ഹലോ എവരിവൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. നമ്മൾ ഇപ്പോൾ SLC എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് എക്സാംസ് ഒക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും മേജർ 5 സബ്ജക്ട്സ് അതിന്റെ എക്സാംസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സയൻസ് സബ്ജക്റ്റുകൾ, സോഷ്യൽ, അതുപോലെ തന്നെ മാത്സ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുമ്പുള്ള എക്സാംസിനേക്കാളും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടും ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ട്രാറ്റജി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മേജർ 5-ൽ നമ്മൾ എന്ത് ചെയ്യണം, അവസാനത്തോട്ട് എത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഓക്കെ, പ്രത്യേകിച്ചും ഇതിന്റെ റിവിഷൻ അല്ലെ. ഇനി നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസമാണ് ഈ ഓരോ സബ്ജക്റ്റുകളും. ആ സബ്ജക്ട് മൊത്തം ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ അത് എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാനോ ഒന്നല്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്ട്രാറ്റജി, ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലുള്ള റിവിഷൻ സ്ട്രാറ്റജി എന്തായിരിക്കണം, സയൻസ്, മാത്സ്, സോഷ്യൽ, അതിന്റെ ഒരു അവസാനത്തെ ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കണം നമ്മൾ റിവിഷൻ ചെയ്യുന്നത്, എന്തിനായിരിക്കണം നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടട്ടെ. അപ്പൊ ഇനി പ്രധാനമായിട്ട് നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യം തന്നെയാണ് A+നുള്ള 3 റൂൾസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സയൻസ് ആൻഡ് മാത്സ് വിഷയങ്ങളിൽ റീഡിങ്ങിനേക്കാളും റീകോളിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മളിങ്ങനെ പറയാം 5 പ്രാവശ്യം ടെക്സ്റ്റ് വായിച്ചു, 6 പ്രാവശ്യം വായിച്ചു, 7 പ്രാവശ്യം വായിച്ചു, വായിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, വായനക്ക് അതിൻ്റെതായ ഗുണമുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള നല്ല റിവിഷൻ. ഓക്കെ, ഒരു പക്ഷേ ലാംഗ്വേജ് സബ്ജക്റ്റുകളിലൊക്കെ പിന്നെ വായിക്കുന്നതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ബൈഹാർട്ട് ചെയ്യാനുണ്ടാവും. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ സയൻസ് ആൻഡ് മാത്സ്, പ്രത്യേകിച്ചും സോഷ്യലിലും ഒരു പരിധി വരെ ഈ റീഡിങ് എന്നുള്ളതിനേക്കാൾ റീകോൾ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഫോക്കസ് ചെയ്യണം. എന്ന് വെച്ചാൽ വീണ്ടും ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളതിനപ്പുറം ടെക്സ്റ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് സ്വയം ആലോചിച്ചു ഈ ചാപ്റ്ററിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, ഫസ്റ്റ് പാർട്ടിൽ എന്താണ്, സെക്കൻഡ് പാർട്ടിൽ എന്തായിരുന്നു അല്ലെ. ഫോർ എക്സാമ്പിൾ ജെനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. ആ ജെനറ്റിക്സ് നമ്മളിങ്ങനെ ആലോചിക്കാറ്, ജെനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ എന്തായിരുന്നു ഉള്ളത്, ഇൻഹെറിറ്റൻസ്, അതിൽ മെന്റലിന്റെ എക്സ്പെരിമെന്റ്സ് എന്തായിരുന്നു, പൈസൺ സാറ്റൈവം അതിന്റെ പ്രത്യേകതകൾ എന്തായിരുന്നു, അതിന്റെ ക്രോസ്, F1 ജനറേഷൻ, F2 ജനറേഷൻ, അതിന്റെ റേഷ്യോ, ഇതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ പിന്നെ വായിക്കുന്നതിന് പകരം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. നമ്മളത് ആലോചിച്ചെടുത്താൽ അത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് ഫീഡ് ചെയ്യാൻ കുറച്ചുകൂടി സഹായകമാവും. അപ്പൊ ആ രൂപത്തിൽ വേണം നമ്മൾ റിവൈസ് ചെയ്യാൻ. വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കൂൾ ഓഫ് ടൈം അല്ലെ. 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്, ആ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാത്ത് മാപ്പ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെയാണ് ഞാൻ എക്സാം എഴുതേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ, പല എക്സാംസും ചിലപ്പം ഭയങ്കര ടഫും ചിലപ്പം ഭയങ്കര ഈസിയാവും. ഇത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അവിടെ പോയിട്ട് പിന്നെ ടഫ് ആയാലോ, പഠിച്ചോനെ ഈസി ആയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ ആ ഒരു കൺട്രോൾ വിട്ടുപോയത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈമിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ടഫ് ആണെങ്കിൽ ആദ്യം നിങ്ങൾ അപ്പം തന്നെ ബേജാറാവുന്നതിന് പകരം മനസ്സിലാക്കേണ്ടത് ഈ എഴുതുന്ന ലക്ഷക്കണക്കിന് കുട്ടികൾക്കും ടഫാണ്. അപ്പൊ അതിനനുസരിച്ചേ എന്തുണ്ടാവുള്ളൂ, ഇനി അതിന്റെ വാല്യുവേഷൻ മറ്റു കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ടഫ് ആണെങ്കിൽ എനിക്ക് മാത്രം ടഫ് എന്നല്ല, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും ടഫ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അവിടെ ബേജാറാവാതിരിക്കുക. ഈസി ആണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഈസി ആണെങ്കിലാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത് അല്ലെ. ഈസി ആണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഈസിയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ശ്രദ്ധിച്ച് എഴുതണം അല്ലെ. നന്നായി എല്ലാ പോയിന്റുകളും വന്നാലേ ഫുള്ള് മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആ 50 മിനിറ്റ്സ് സ്കൂൾ ഓഫ് ടൈമിൽ ഇതിന്റെ പേപ്പറിന്റെ നേച്ചർ അല്ല, നോർമൽ പേപ്പർ ആണോ എന്നുള്ളതൊക്കെ നേച്ചർ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇതിന് ഓരോന്നിനനുസരിച്ച് ടഫ് ആണെങ്കിൽ എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് അറിയുന്നത് കൃത്യമായി മാപ്പ് ചെയ്യുക അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ആദ്യം കൃത്യമായി എഴുതുക. എന്നിട്ട് അറിയാത്തതെല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു രീതി, കുറച്ച് കാര്യങ്ങളെങ്കിലും അതിലെല്ലാം ഓർത്ത് വെക്കുക. അങ്ങനെ നമ്മുടെ ഒരു പാത്ത് മാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈസി ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഓരോന്നിലും എല്ലാ പോയിന്റുകളും വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ എങ്ങനെ ഞാൻ എക്സാം എഴുതുമെന്ന് തീരുമാനിക്കേണ്ട സമയമാണ് എന്ത് ഈ ഒരു 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നതും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പോൾ നമ്മൾ എക്സാം എങ്ങനെ എഴുതണം എന്നുള്ളതടക്കം നമ്മൾ തീരുമാനിക്കണം. അതുപോലെ തന്നെ സ്റ്റെപ്പ് മാർക്കിംഗ്, എവറി സിംഗിൾ ലൈൻ ഈസ് എ മാർക്ക് അല്ലെ. നമ്മൾ കൃത്യമായിട്ട് ഓരോന്നും ഒരു ബ്ലാങ്ക് വിടാതെ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ അറ്റൻഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റിലേക്ക്, അത് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമ്മൾ ഓൾറെഡി ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. പക്ഷെ അവസാന സമയങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് മാർച്ച് 16 മാത്സ് എക്സാം ആണെന്നുണ്ടെങ്കിൽ അതിൽ ജോമെട്രി അല്ലെ, പ്രൂഫ്സ്, അതേപോലെ തന്നെ ക്ലിയർ ഡയഗ്രാംസ്, ലേബിൾഡ് ആയിട്ടുള്ള ഡയഗ്രാംസ് വരക്കുക. അതേപോലെ തന്നെ ട്രിഗ്നോമെട്രിയിലാണെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ആംഗിൾ ടേബിൾ ഉണ്ടല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായി അത് മാസ്റ്റർ ചെയ്യുക.
അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിൽ കാൽക്കുലേഷൻ ആണ് കിങ്. അത് കാൽക്കുലേഷന്റെ സ്റ്റെപ്സ് അടക്കം നമ്മൾ എഴുതുന്നത് ഉറപ്പുവരുത്തുക. ഡബിൾ ചെക്ക് ചെയ്യുക. അരിത്തമെറ്റിക്സ് ഉറപ്പായിട്ടും തെറ്റാൻ സാധ്യതയുണ്ട് അല്ലെ. നമ്മളിങ്ങനെ എഴുതി വരുമ്പോൾ പ്രത്യേകിച്ചും ഒരു എക്സാമിന്റെ ഒരു ടെൻഷനിലും കൂടിയൊക്കെ ആകുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻസ് തെറ്റാൻ സാധ്യതയുണ്ട്. അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, നമുക്ക് പലപ്പോഴും മാർക്ക് പോകുന്നത് അതിങ്ങനെ പെട്ടെന്ന് എഴുതി പോകുമ്പോൾ അറിയാതെ മാറിപ്പോകുന്നതാണ്. അപ്പൊ അത് ഡബിൾ ചെക്ക് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മാത്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മാത്സ് ഒരിക്കലും വായിച്ചു പഠിക്കല്ല വേണ്ടത്, ചെയ്ത് പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ട് ആ കാര്യം ഞാൻ അവിടെ വിടാം. ഓക്കെ, ഇനി സയൻസിലേക്ക് വരുന്നത് മാർച്ച് 18 ഫിസിക്സ് ഉണ്ട്. ഫിസിക്സിൽ റേ ഡയഗ്രാംസ്, സർക്യൂട്ട്സ് ഒക്കെ നമ്മൾ എന്താണ് കൃത്യമായി ശ്രദ്ധിക്കണം. നല്ല ഷാർപ്പായിട്ടുള്ള പെൻസിലൊക്കെ കൊണ്ട് പോകണം. അത് കൃത്യമായി വരക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റണം. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് നമ്മുടെ ഫൈനൽ ആൻസേഴ്സിൽ ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. യൂണിറ്റ്സ് ഇല്ലാതെ വെറുതെ നമ്പർ മാത്രം എഴുതിയാൽ എന്ത് ചെയ്യില്ല, നമുക്ക് മാർക്ക് കിട്ടില്ല. അപ്പൊ ഫിസിക്സിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടെന്ന് പല ആളുകളും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. അവസാന ആൻസറിൽ എത്തിയല്ലോ, ആൻസർ കിട്ടി, സമാധാനം എന്ന് പറഞ്ഞ് വേഗം അവിടെ 18 എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തരുത്. 18 എന്താ മില്ലിഗ്രാം പെർ അല്ലെ, ആ രൂപത്തിൽ പിന്നെ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് കൂടി എഴുതണം. ഇനി 25 കെമിസ്ട്രി എന്ന് പറയുന്ന ഓർഗാനിക് നോമൻക്ലേച്ചർ. അത് എന്ത് ചെയ്യണം, കൃത്യമായി IUPAC നെയിമിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. പീരിയോഡിക് ട്രെൻഡ്സ് ആൻഡ് മെറ്റലർജി, ആ ഭാഗമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അത് ഞാൻ ഓരോ സബ്ജക്റ്റും എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകാൻ പറ്റില്ല, പക്ഷെ പ്രധാനമായിട്ട് നമ്മൾ മിസ്സായി പോകാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതേപോലെ തന്നെ സോഷ്യൽ സയൻസ് ആണ് അല്ലെ, പല ആളുകൾക്കും വലിയൊരു പ്രശ്നമായിട്ടൊക്കെ പറയാം ഉള്ളത്. അപ്പൊ അതിൽ സോഷ്യൽ സയൻസിൽ നമ്മൾ ഓൾറെഡി അതിന്റെ റിവിഷന്റെ കാര്യങ്ങൾ നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു സ്റ്റോറി ആയിട്ട് ഹിസ്റ്ററിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനൊരു ടൈം ലൈൻ നമ്മൾ എഴുതുക. ഓക്കെ, ഇന്ന സ്ഥലം ഇന്ന ഇയറിൽ ഇത് സംഭവിച്ചു, അടുത്തത് ഇയറിൽ സംഭവിച്ചു, അല്ലെങ്കിൽ ഈ മാസം ഇത് സംഭവിച്ചു. അങ്ങനെ ഒരു ടൈം ലൈൻ നമ്മൾ വരച്ചാൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ 5 പേജുള്ള 10 പേജുള്ള വലിയൊരു ഹിസ്റ്ററി അല്ലെ, ഹിസ്റ്ററി ചാപ്റ്റർ, ഇത് പിന്നെ വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് പോസിബിൾ ആവില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അവസാന സമയത്തേക്ക് നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം ലൈൻ ഉണ്ടാക്കുക. എന്നിട്ട് ആ ടൈം ലൈനിൽ നമുക്ക് പിന്നെ അത് വായിക്കുമ്പോൾ ഇതിവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഓർമ്മയില്ലെങ്കിൽ മാത്രം ആ ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ പോയി വായിക്കാം അല്ലെ. ആ രൂപത്തിലേക്ക് നമ്മൾ ടൈം ലൈൻ ഉണ്ടാക്കണം. എന്നൊരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി റീകോളിന് എളുപ്പമായിരിക്കും. നമുക്ക് കാര്യങ്ങൾ മിസ്സായി പോകാതിരിക്കാൻ എളുപ്പമായിരിക്കും. ജോഗ്രഫിയിലും സിവിക്സിലും ഒക്കെ മാപ്പ് അല്ലെ, മാപ്പിന്റെ 6 മാർക്ക് നമ്മൾ കൃത്യമായിട്ട് വളരെ ക്രൂഷ്യലായിട്ട് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പല ആൾക്കാരും പിന്നെ എന്താ പറയാ ആ ഒരു ടെൻഷനിൽ വിട്ടുപോകുന്ന ഒരു അവസ്ഥ ഒക്കെ കാണാറുണ്ട്. അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സിവിക്സിലാണെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കീവേഡ് ബേസ്ഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പം യൂസ് ദ പില്ലർ മെത്തേഡ്, ലേൺ 3 മെയിൻ പോയിന്റ്സ് ഫോർ എവറി 4 മാർക്ക് ക്വസ്റ്റ്യൻ. 4 മാർക്ക് ക്വസ്റ്റ്യന്റെ ഏകദേശം ഏരിയകളൊക്കെ നമുക്ക് അറിയാനുണ്ടല്ലോ. അപ്പൊ അതിൽ എല്ലാ 4 മാർക്ക് ക്വസ്റ്റ്യനിലും ഒരു 3 പോയിന്റുകൾ പഠിച്ചു പോവുക. ഇങ്ങനെ കുറെ വായിച്ച് ഇങ്ങനെ പോവാന്നുള്ളതിനപ്പുറത്ത് ഇന്ന ഭാഗം ഇന്ന ഒരു ടോപ്പിക്ക് 4 മാർക്കിന് വരാൻ സാധ്യത എങ്കിൽ അതിന്റെ 3 പോയിന്റ്, അടുത്ത 3 പോയിന്റ്, അത് ആ 3 പോയിന്റുകളെങ്കിലും നമുക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ അത് കുറച്ചും കൂടി വിശദമായിട്ടൊക്കെ നമ്മളുടേതായ രൂപത്തിൽ വെള്ളം ചേർത്ത് എഴുതുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, പിന്നെ ബയോളജി അല്ലെ, ബയോളജിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പ്രധാനമായിട്ടും ഡയഗ്രാംസ് തന്നെയാണ്. ഡയഗ്രാംസ് നന്നായി ശ്രദ്ധിക്കുക. ആ ഒരു ന്യൂറോൺ, ബ്രെയിന്, അതിന്റെയൊക്കെ ഡയഗ്രാംസ് പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം ഷുവർ എന്നുള്ളത് പോലെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. അത് ശ്രദ്ധിക്കുക. ജെനറ്റിക്സിൽ പുനറ്റ് സ്ക്വയർ ക്രോസിംഗ് അല്ലെ, അത് എന്ത് ചെയ്യുക, നമ്മൾ മാസ്റ്റർ ചെയ്യുക. അതേപോലെ തന്നെ ട്രൈറ്റ് ഇൻഹെറിറ്റൻസ്, അതിന്റെ ലോസ്, പ്രധാനമായിട്ടും ഈ ക്രോസിംഗ്, അതിന്റെ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പല ആളുകൾക്കും ഒരു തടസ്സമായിട്ട് വരാറുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയി ഉറപ്പുവരുത്തുക. ഹോർമോൺസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ ഗ്ലാൻസ് ആണ്, അതിന്റെ പിന്നെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഹോർമോൺസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഹോൾ ടിക്കറ്റ് ഇനി ഏറ്റവും അവസാനത്തേക്ക് പോകുമ്പോൾ, ആ എക്സാമിന് പോകുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഹോൾ ടിക്കറ്റ് മറക്കരുത്. ജോമെട്രി ബോക്സ് അല്ലെ, മാത്സിന് പ്രത്യേകിച്ചും ജോമെട്രി ബോക്സ് എടുത്ത് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ സ്റ്റേഷനറി ബാക്കപ്പ് അല്ലെ, നമ്മുടെ 2 ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ പെൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഒരു ഷാർപ്പൻ പെൻസിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഹൈഡ്രേഷൻ അല്ലെ, നോമ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ നന്നായി വെള്ളം കുടിച്ച് എന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹൈഡ്രേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരു മൈൻഡ് സെറ്റ്, ഒരു നല്ലൊരു കോൺഫിഡൻസോട് കൂടി ആണ് നമ്മൾ എക്സാമിന് പോകേണ്ടത് അല്ലെ. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ 50% ഓക്കെ, ബാക്കി പിന്നെ നമ്മൾ എഴുതുന്ന ബാക്കി 50% ആ 50% ഇല്ലെങ്കിൽ പിന്നെ ബാക്കി 50% നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പരമാവധിയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, എങ്കിൽ പിന്നെ കഴിയും അല്ലെ. സാധാരണ എക്സാം തന്നെയാണ്, ഒന്നുമില്ല, സെൻട്രലി ഇവാലുവേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഈ എക്സാമിന്റെ പ്രത്യേകത. വേറെ എന്താ പ്രത്യേകതകൾ അല്ലെ.
നമ്മൾ സാധാരണ എഴുതുന്ന എക്സാം തന്നെയാണ്, സാധാരണ എഴുതുന്ന സ്കൂൾ എക്സാം തന്നെ. പക്ഷെ ഇതൊന്ന് സെൻട്രലി ഇവാലുവേറ്റ് ചെയ്യും, ഇത്രേ എക്സാമിനുള്ളൂ. അപ്പൊ അതുകൊണ്ട് വല്ലാതെ ടെൻഷൻ അടിക്കാമെന്ന് പോയത്, നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നിങ്ങൾ എല്ലാവരും നന്നായി എഴുതുക. ഈ 5 സബ്ജക്റ്റുകൾ അല്ലേ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മുടെ ചാനലിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. നിങ്ങളുടെ സ്കൂളിലും അല്ലാതെയൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് തവണ പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെയാണ്. റിവിഷൻ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരോടും പ്രത്യേകം പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യും, നേടിയെടുക്കും. A+ ഈ 5 സബ്ജക്റ്റിലും നമ്മൾ എന്ത് ചെയ്യും, നേടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അല്ലേ? ഓക്കെ ഫൈൻ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.